ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലബാർ സൈഡിലുള്ള ചിക്കൻ ചട്ടിപ്പത്തിരി റെസിപ്പി വീഡിയോ ആണ്. ഇത് മൈദ പരത്തിയെടുക്കാതെ ദോശ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ദോശ റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം 1 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ല പോലെ കട്ടയൊന്നും ഇല്ലാതെ അടിച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അധികം ലൂസും അല്ല, എന്നാൽ നല്ല ടൈറ്റും അല്ല. ഈ ഒരു രീതിയിൽ വേണം ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി അഥവാ കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഇനി ലൂസാണെങ്കിൽ കുറച്ച് മൈദ കൂടി ചേർത്തിട്ട് നമുക്ക് ദോശ ഇത് കുറച്ച് അധികം കട്ടിയില്ലാത്ത രീതിയിൽ ദോശ റെഡിയാക്കണം. ചട്ടിക്ക് അധികം ചൂടും ഉണ്ടാവാൻ പാടില്ല. അധികം നല്ല ചൂടുണ്ടായാൽ ദോശ പൊട്ടിപ്പോകും. നല്ല ചൂട് വേണ്ട, തീരെ ചൂടില്ലാതെ ആവരുത്, ഒരു മീഡിയം ചൂട്. എന്നിട്ട് അതൊന്ന് ഒരു സൈഡായതിനു ശേഷം മറ്റേ സൈഡൊന്ന് മറിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കൈ കൊണ്ടാണ് മറിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ചൂട് മതി. അങ്ങനെ ഞാൻ എല്ലാ മാവും റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 7 എനിക്ക് 1 കപ്പെന്ന് കിട്ടിയത്. അപ്പോൾ ദോശ അവിടെ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം 1.5 വലിയ ഉള്ളി ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഇത് ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ആ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ചെറുതായിട്ട് കളറ് മാറുന്ന സമയത്ത് നമുക്കിനി പൊടികൾ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ നല്ല പോലെ വഴറ്റിയെടുക്കണം. ഇനി അതിൻ്റെ പച്ചമണക്കം മാറി നല്ല പോലെ മിക്സ് ആയതിന് ശേഷം ഞാനിവിടെ ചിക്കന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് അത് കൈകൊണ്ട് പിച്ചിയതാണിത്. അത് കൈക്കൊണ്ട് ഇനി മിക്സിയിലോട്ട് നമുക്ക് ചെയ്യാം. ഇതാവുമ്പോൾ നമുക്ക് കടിക്കാനൊക്കെ കുറച്ച് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് പിച്ചിയെടുത്തത്. അതുകൂടി അതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ഉള്ളിയും എല്ലാ മസാലകളൊക്കെ എല്ലാ ഭാഗത്തും പോലെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് വേവാനൊന്നുമില്ല. ഇനി അതിലേക്ക് മല്ലിയിലയും മിൻറ്റ് ലീഫും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ്, കുറച്ച് മതി മിൻറ്റ് ലീഫ്, അതുകൂടി ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മിക്സ് റെഡിയായി. ഇനി നമുക്ക് വേറൊരു മുട്ടൻ്റെ ഒരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 4 മുട്ടയും അതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കണം. അത് അതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് അടി കട്ടിയിട്ടുള്ളൊരു പാത്രം എടുക്കണം. കുറച്ച് അടി കട്ടിയുള്ള പാത്രമാവണം. അതിലേക്ക് നെയ്യ് നല്ല പോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കത് ചട്ടിയിൽ നിന്ന് വിട്ടു പോരാൻ നല്ല ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നെയ്യ് നല്ല പോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ, അഥവാ അതിൻ്റെ സൈഡിലൊക്കെ എത്തണം, ആ രീതിയിൽ നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ ദോശ ആ മുട്ടൻ്റെ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക. നല്ല പോലെ മുക്കിയെടുക്കണം. അതിന് ശേഷം ഇത് നമ്മൾ നല്ല പോലെ മുക്കിയെടുത്തതിന് ശേഷം അത് നമ്മളെ ചട്ടിപ്പത്തിരി ഇപ്പോൾ നെയ്യ് സ്പ്രെഡ് ചെയ്ത പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ലെയർ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കിയ ചിക്കൻ്റെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വിട്ടാക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നാലേ നമുക്ക് കടിക്കാൻ കിട്ടുള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടെ വെക്കുക. മുട്ടയിൽ മുക്കിയ ദോശ അതിൻ്റെ മുകളിൽ വെക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മുടെ ചിക്കൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ഒരു ലെയറും കൂടെ വെച്ചിട്ടുണ്ട്. ഈ ലെയറിൻ്റെ മുകളിൽ ചിക്കൻ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു മുട്ട ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഒരു മുട്ട പുഴുങ്ങിയിട്ടുള്ളൂ. അത് ഇങ്ങനെ ചെറുതായിട്ട് വട്ടത്തിൽ, അത് കടിക്കാൻ വേണ്ടിയിട്ട്, അത് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മതി. അങ്ങനെ അത് 3 ലെയറുകൾ ആകുമ്പോഴാണ് ഞാനത് വെക്കുന്നത്. അങ്ങനെ ഇത് നമ്മൾ ലാസ്റ്റത്തെ ലെയറാണ്. ആ ലെയറും കൂടി വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മുട്ടൻ്റെ മിക്സ് അതിന് ചുറ്റും ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് കണ്ടിട്ട് നമ്മൾ മുട്ടയുടെ മിക്സ് ഉണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 4 എടുത്തിട്ടുള്ളത്. വലിയ മുട്ടയാണെങ്കിൽ 4 മതി. ഇനി അത് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് നമ്മൾ വേവിക്കണം.
ചെറിയ തീയിലാണ് നമ്മൾ വേവിക്കേണ്ടത്. അങ്ങനെ വേവിച്ചതിന് ശേഷം ഈ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് പോരുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മൾ തീ ഓഫാക്കി ചെറിയ തീയിലാണ്, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട്. നമ്മൾ വേറൊരു ചട്ടിയിൽ നെയ്യ് പുരട്ടിക്കൊണ്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതൊരു 2 മിനിറ്റ് മതി. അതിനുശേഷം നമ്മൾ ചട്ടിപ്പത്തിരി റെഡിയായി. ഇത് നമ്മൾ മുറിച്ച് നമുക്ക് പീസാക്കി കഴിക്കാവുന്നതാണ്. ഇത് ഞാനിനി ഇക്കാൻ്റെ ഓഫീസിൽ കൊണ്ടുകൊടുക്കുന്ന സീനാണ്. അപ്പം അതിനാണ് കാര്യമായിട്ട് ഉണ്ടാക്കിയത്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് അറിയ? അപ്പോൾ അതൊക്കെയാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.